ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുകയാണ് നമ്മളൊക്കെ. റസൂലുള്ളാഹിനുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്ത് എത്രത്തോളം നമ്മൾ അങ്ങോട്ട് വെക്കുന്നുവോ അത്രയും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെയും മഹബ്ബത്ത് വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിച്ച ഒരുപാട് വ്യക്തികളുണ്ട്, നമുക്കൊക്കെ അറിയുന്നതാണ്. റസൂലുള്ളാഹി ഇങ്ങോട്ട് സ്നേഹിച്ചവർ, റസൂലുള്ളാഹിന്റെ കൊച്ചാപ്പ ഹംസ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. ഞാൻ ചരിത്രം പറയല്ലേ, അറിയാം ഉസ്താദ് പാടാൻ പറഞ്ഞപ്പോൾ എനിക്ക് പാടാൻ അറിയാത്തത് കൊണ്ട് പറയാണ് അത്രേ ഉള്ളൂ. അപ്പോ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൊച്ചാപ്പ, റസൂലുള്ളാഹി ഒരുപാട് സ്നേഹിച്ച വ്യക്തിയാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഉഹുദ് രണാങ്കളത്തിൽ ഷഹീദായി കിടക്കുമ്പോൾ നമ്മളൊക്കെ അറിയാം, തേങ്ങലടിച്ച് കരഞ്ഞുപോയി റസൂലുള്ളാഹി. സങ്കടം സഹിക്കാൻ പറ്റാതെ റസൂലുള്ളാഹി കരഞ്ഞുപോയി. ഹംസ റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹ് മനം നൊന്ത് കരയുന്നു. ചെണ്ടയിൽ ഷഹീദായ ഹംസത്തോരേ കണ്ടപ്പോൾ റസൂലുള്ളാഹ് മനം നൊന്ത് കരയുന്നു. ചെണ്ടയിൽ ഷഹീദായ ഹംസത്തോരേ വിധി പോലെ നടന്നെല്ലാം വിളിച്ചു പോയി ബഖാ കൊള്ളേ. വിലപിച്ചു ഹംസത്തിൻ ജനാസ കണ്ടപ്പോൾ റസൂലുള്ളാഹ് മനം നൊന്ത് കരയുന്നു. ചെണ്ടയിൽ ഷഹീദായ ഹംസത്തോരേ. ഹംസ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഷഹീദായി കിടക്കുന്നത് റസൂലുള്ളാഹി കണ്ടപ്പോൾ വല്ലാതെ വേദനയോടുകൂടി ഏങ്ങലടിച്ച് കരഞ്ഞുപോയി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞ മുഹൂർത്തങ്ങളിൽ ഒരു മുഹൂർത്തമായിരുന്നു ഹംസ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഷഹീദിന്റെ സമയത്തുണ്ടായത്. റസൂലുള്ളാഹി സഹിക്കാൻ പറ്റാതെ ജനാസയുടെ അടുത്ത് നിന്നുകൊണ്ട് പിന്നെയും ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹ് ഒരുവന്റെ റസൂലും തൻ്റെ അമ്മാനവരെയാ ഹംസത്തോരേ. അല്ലാഹ് ഒരുവന്റെ റസൂലും തൻ്റെ അമ്മാനവരെയാ ഹംസത്തോരേ. ഹംസ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ജനാസയുടെ മുമ്പിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും കരയുകയാണ്. കാരണം അത്രമാത്രം റസൂലുള്ളാഹിക്ക് ആരോട് സ്നേഹമുണ്ടായിരുന്നു? ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനോട് സ്നേഹമുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുമ്പോൾ തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെയും സ്നേഹിക്കും. അതാണ് ബുർദയും മറ്റതും മറിച്ചൊക്കെ നമ്മൾ പാടുന്നതും ബൈത്ത് ചൊല്ലുന്നതും റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാണ്.
റബ്ബ് തആല നമ്മൾ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിലൊക്കെ കറകൾ ഉണ്ടാകും അല്ലേ? നമ്മൾ ചിലപ്പോൾ പറയും നമ്മളെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അതിലും നമ്മളുടെ അടുത്ത് എന്താ ഉണ്ടാവും? മനസ്സിൻ്റെ ഉള്ളിൽ വേറെ ആരെങ്കിലോട് സ്നേഹം ഉണ്ടാവും. നമ്മൾ ബാപ്പനെയും ഉമ്മനൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അതിലൊക്കെ കറകൾ ഉണ്ടാകും. പക്ഷേ ഹബീബായ നബി തങ്ങൾ നമ്മൾ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായ സ്നേഹമാണ്. റബ്ബേ, ആ ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കുന്ന ആ സ്നേഹം ഞങ്ങളുടെ ഖൽബിൽ നീ ഉറപ്പിച്ചു തരണേ റഹ്മാനെ. അവിടത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഖൽബിൽ നീ നൽകണേ റഹ്മാനെ. മരണസമയം ഹബീബായ നബി തങ്ങളെ കണ്ടുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ.